Good evening, dear students. Audible ആണോ? Okay. Thank you all for coming. നമ്മൾ വിചാരിച്ച കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. പിന്നെ നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ളൊരു ശൈലി ഉണ്ടല്ലോ, 8 മണിക്ക് ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തായാലും 8 മണിക്കൊന്നും തുടങ്ങില്ല, ഒരു 8:10 8:15 ആകുമ്പോൾ വരാം എന്നുള്ളതൊരു നോർമൽ തിങ്കിങ് ആണ്. സോ വി ആർ എക്സ്പെക്ടിങ് മോർ പീപ്പിൾ. അതുകൊണ്ട് എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയച്ചത് അതാണ്. കാരണം നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ തടസ്സങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എല്ലാവർക്കും പേഴ്സണലി മെയിലിലേക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടാവും. ദോസ് ഹു ഫിൽ ദ ഫോം. ഓൾറൈറ്റ്. നൗ ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിന്റെ നമുക്ക് ഫാക്കൽറ്റീസ് നിന്ന് അങ്കിത മിസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്കിത മിസ് ഇത്തിരി തിരക്കിലാണ്, ലാബിലാണെന്നാണ് പറഞ്ഞത്. സോ അങ്കിത മിസ്സും അതുപോലെ തന്നെ പ്രോബബ്ലി ഹാരിസ് സാറും ജോയിൻ ചെയ്യും. മീൻവൈൽ ഫിസിക്കൽ കെമിസ്ട്രിക്ക് അങ്കിത മിസ്സാണ്. ദെൻ ഇൻഓർഗാനിക്കും എല്ലാം മിക്സ് ചെയ്തെടുക്കാറുണ്ട്. ഹാരിസ് സാർ എടുക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രി ആണ്. ഹാരിസ് സാർ ഓർഗാനിക് സ്പെഷ്യലിസ്റ്റ് ആണ്. സോ ഹി വിൽ ഓൾസോ ജോയിൻ ഇൻ ദ മീൻവൈൽ. നമ്മൾ അധികം സമയം എടുക്കണില്ല. ഈ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ലെവലിൽ നമുക്ക് എന്തൊക്കെയാണ് ഇനി അടുത്ത ആഴ്ചയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് പറയാം. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും റെസ്പോൺസസ്, ഡിമാൻഡ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചില എന്താ പറയുക, ഇങ്ങനെയായിരുന്നു നന്നായിരുന്നുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അത് കേൾക്കുക. ദെൻ അത് പറയാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ആണ് ഫണ്ടമെന്റലി നമ്മൾ ഇന്നത്തെ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് എന്ന് നമ്മൾ എഴുതുന്നുണ്ടെങ്കിലും ദിസ് ഇസ് നോട്ട് എ ക്ലാസ്, ഇതൊരു ഇൻട്രൊഡക്ടറി സെഷൻ മാത്രമാണ്. സോ പ്രോബബ്ലി ഒരു 30-40 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഹാരിസ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഐ വെൽക്കം അങ്കിത മിസ് ആൻഡ് ഹാരിസ് സാർ ടു ദ മീറ്റിംഗ്. ദെൻ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും, സ്റ്റുഡൻസിന് എല്ലാവരെയും കൂടെയും ഫോർമലി സീസ്പാർക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സീസ്പാർക്ക് അക്കാഡമി കുറച്ച് നാളുകളായിട്ട് ഇവിടെ ഒരു ലോ പ്രൊഫൈലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അതിഭീകരമായിട്ടുള്ള പരസ്യങ്ങളിലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ദെൻ പക്ഷേ നമ്മളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, നമ്മളുടെ കുട്ടികൾ ഇതുവരെ ആരും ഞങ്ങളുടെ ടീച്ചിങ്ങിനെ കുറ്റം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പഠിപ്പിക്കുന്നത് കുറവായെന്നോ അല്ലെങ്കിൽ പോരാന്നോ മോശമായെന്നോ ഇനി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാണ്ടെന്നോ. ഡെഫിനറ്റ്ലി നമുക്കറിയാം ആസ് ടീച്ചേഴ്സ് വി ആർ ഓൾവേസ് ഇംപ്രൂവിങ്. പക്ഷേ കുട്ടികൾക്ക് ഇതുവരെ അവരുടെ ഒരു എന്താ പറയുക, സാറ്റിസ്ഫൈ ചെയ്യാത്ത വിധത്തിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു പഴിയേക്കേണ്ട അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ക്ലാസ്സുകൾ കൂടുതൽ കൊടുത്തിട്ടേ ഉള്ളൂ. പലപ്പോഴും കുട്ടികൾക്ക് കണ്ടു തീരാൻ അത്രയും ബുദ്ധിമുട്ടുള്ള അത്രയും കൂടുതൽ നമ്മൾ വീഡിയോ കണ്ടന്റുകൾ അവർക്ക് അവൈലബിൾ ആക്കിയിട്ടേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. നമ്മൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ, അതായത് ഫ്രം ദിസ് ടൈം ഓൺവേർഡ്സ്, നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് എന്ന കോമ്പിനേഷനിലാണ് വർക്ക് ചെയ്യുക. എന്തുകൊണ്ടാണ് ലൈവ് ക്ലാസ് എണ്ണം കുറച്ചത് എന്നുള്ളതിന് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. 2 കാരണങ്ങൾ കൊണ്ടാണ് ലൈവ് ക്ലാസ് കുറച്ചത്. ഒന്ന്, കൺസിസ്റ്റൻസിയുടെ കുറവ്. കൺസിസ്റ്റൻസിയുടെ കുറവ് എന്ന് പറഞ്ഞാൽ എല്ലാ ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ആണ്. പക്ഷെ പലപ്പോഴും എന്ത് സംഭവിക്കും, എല്ലാ സ്റ്റുഡൻസും ഇൻ വൺ വേ ഓർ അനദർ സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കാണുന്നു. സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല, പകരം ഞാൻ റെക്കോർഡർ കണ്ടോളാം. പക്ഷെ ഈ റെക്കോർഡർ കണ്ടോളാം എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ ടെൻസ് ആണ്. അത് ഞാൻ ശരിക്കും പറയാം, നമ്മളുടെ അക്കാഡമിക് നിലവാരം താഴേക്ക് പോയത് ഈ റെക്കോർഡർ ക്ലാസ് വന്നപ്പോഴാണ്. ഐ സ്റ്റിൽ റിമെമ്പർ അവർ ഫസ്റ്റ് ബാച്ച് എന്താ പറയുക, അത്രയും എക്സെപ്ഷണലി ഗുഡ് സ്റ്റുഡൻസ് ആയിരുന്നു ഫസ്റ്റ് ബാച്ച് നമുക്ക് കിട്ടിയത്. അന്ന് നമുക്ക് ഈ ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. നമ്മൾ ഗൂഗിൾ മീറ്റ് ഇടുന്നു, ക്ലാസ് മീറ്റിംഗ്സ് നടത്തുന്നു, സ്ക്രീൻ റെക്കോർഡും ഇല്ല, ഒന്നുമില്ല. കുട്ടികൾക്ക് ലീവുള്ള ദിവസമുള്ളത് പരസ്പരം അവർ നോട്ട്സ് ഷെയർ ചെയ്യുക ചെയ്തിരുന്നത്. 2020 അത്. ദെൻ 1 ഇയർ ബാക്ക്, അതിനുശേഷം 1 ഇയർ ലേറ്റർ നമ്മൾ അതിൻ്റെ റെക്കോർഡ് ഫെസിലിറ്റി തുടങ്ങി, ആപ്പ് ഫെസിലിറ്റി തുടങ്ങി. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിരുന്നത് ഗൂഗിൾ ഫോം വഴിയായിരുന്നു. ഗൂഗിൾ ഫോമിൽ ഓരോരോ ഇമേജുകളായിട്ട് സെറ്റ് ചെയ്തിരുന്നു, എന്നിട്ട് അത് അവർ ആൻസർ ചെയ്തിരുന്നു. അന്ന് ഉണ്ടായിട്ടുള്ള അത്രയും ഒരു എൻതൂസിയാസം പിന്നീട് കുട്ടികൾ കണ്ടിട്ടില്ല. ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞത് 11th ബാച്ചാണ്. പിന്നത്തെ ഒരു 8 ബാച്ച്, ഞാൻ 8 ബാച്ചുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഇരിപ്പുണ്ട്, അവരൊക്കെ കുറ്റം പറയല്ല. കാരണം റെക്കോർഡഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ഷുവർട്ടി അവിടെ ഉള്ളപ്പോൾ ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ലൈവ് ക്ലാസിന്റെ പ്രയോറിറ്റി കുറഞ്ഞു റെക്കോർഡഡ് ക്ലാസ്സിന്. അത് നിങ്ങളും വ്യത്യസ്തരല്ല. എന്തായാലും നിങ്ങൾക്ക് എത്ര താല്പര്യമെന്ന് പറഞ്ഞാലും റെക്കോർഡഡ് ക്ലാസ് അവിടെ ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് സുഖം തോന്നുന്നില്ല, ഒരു പനി പോലെ ഒരു ടാബ്ലറ്റ് വെച്ച് കിടന്നേക്കാം. ആ ക്ലാസ്സിൽ ഇരിക്കുക അതൊരു നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒന്നാണ് എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക്
പലപ്പോഴും അത് ഫീൽ ചെയ്യില്ല. പക്ഷേ അതിന്റെ ഒരു വെയിറ്റേജ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലൈവ് ക്ലാസ്സിലാണ് കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നത്. കുട്ടികളെ അളക്കാൻ പറ്റുന്നത് അവിടെയാണ്. നിങ്ങളുടെ ചോദ്യങ്ങളാണ് നിങ്ങളെ ടീച്ചർമാർക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ, നിങ്ങളെ കഴിവിനെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ റെക്കോർഡഡ് ക്ലാസ്സിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ ആരോട് ചോദിക്കാനാണ്? നമുക്ക് വേണമെങ്കിൽ അത് കണ്ട് ടീച്ചർമാരോട് ഡൗട്ട് ചോദിക്കാം. പക്ഷെ എൻ്റെ അറിവിൽ റെക്കോർഡഡ് ക്ലാസ് കണ്ട് ആശയക്കുഴപ്പം പരിഹരിക്കുന്ന കുട്ടികളുടെ എണ്ണം 1% താഴെയാണ്. ടീച്ചേഴ്സ് 24 മണിക്കൂർ അവൈലബിൾ ആയിട്ട് പോലും ചോദ്യങ്ങൾ കുറവാണ്. ലൈവ് ക്ലാസ്സിലാവുമ്പോൾ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഇപ്പൊ മുഹമ്മദ് അലി അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ മുഹമ്മദ് അലി സ്വാഭാവികമായിട്ടും ഒന്ന് വിജിലന്റ് ആവും. അത് ഇൻ ദ സെൻസ് ആൻസർ ശരിയോ തെറ്റോ തന്നെ പ്രാധാന്യമില്ല. അപ്പൊ മാറി മാറി ഓരോരുത്തരുടെ ഡൗട്ട് ചോദിക്കുമ്പോൾ ഒരാളുടെ ഡൗട്ട് തുടങ്ങി കിട്ടിയാൽ പലപ്പോഴും കണ്ടുവരുന്ന അടുത്ത ആളുടെ ഡൗട്ട് അതിനോട് കണക്ട് ചെയ്തിട്ട് വരും. ലൈവ് ഇന്ററാക്റ്റീവ് സെഷന്റെ വാല്യൂ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും കണ്ടുവരുന്ന ലൈവ് ക്ലാസ്സിലെ ആൾക്കാർ ഇറഗുലർ ആവും. അപ്പൊ ഇന്ന് കയറിയിട്ടില്ല, റെക്കോർഡ് ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടില്ല. അപ്പൊ നാളത്തെ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നമ്മളവിടെ ഒന്നും മിണ്ടാണ്ടിരിക്കില്ല. കാരണം നമുക്ക് എഴുതാൻ മാത്രമേ പറ്റുള്ളൂ. ബിക്കോസ് ഇന്ററാക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല, റെക്കോർഡ് ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവില്ല. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ റെക്കോർഡഡ് ഫോർമാറ്റിലാണ് തുടങ്ങുന്നത്. ആൻഡ് ഇഫ് യു ആർ enthusiastic enough, നിങ്ങൾ നന്നായിട്ട് അത് വളരെ ഭംഗിയായിട്ട് തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട്, നന്നായിട്ട് പോകണ്ടെന്ന് കണ്ടാൽ ലൈവ് ക്ലാസ്സിന്റെ എണ്ണം കൂട്ടാൻ ഒരു പ്രയാസവും ഇല്ല. ശരിക്കും പറഞ്ഞ ആഴ്ചയിൽ 6 ദിവസം ലൈവ് ക്ലാസ് എടുക്കാൻ നമ്മൾ വില്ലിംഗ് ആണ്. പക്ഷെ എല്ലാവരും ഇതേ അറ്റൻഡൻസ്, ഇതേ ഒരു സ്പിരിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ഇപ്പൊ പറ്റില്ല. കാരണം ടീച്ചർമാർ കുറച്ച് എല്ലാവരും അവൈലബിലിറ്റി അത്ര അങ്ങോട്ട് ഈസി അല്ല. പക്ഷെ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റീസ് ഭയങ്കര പോസിറ്റീവാണ്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പഠിപ്പിച്ച് തീരാൻ ഉള്ള ഒരു സമയം കിട്ടണില്ല എന്നുള്ള തോന്നൽ വരുന്ന ആ മൊമെന്റിൽ നമ്മൾ ക്ലാസ്സുകളുടെ എണ്ണം കൂട്ടും. ഒരു സംശയവും വേണ്ട, ക്ലാസ്സുകളുടെ എണ്ണം സിസ്പാർക്കിൽ ഒരു പോയിന്റിലും കുറയാറില്ല, നമ്മൾ കൂടാറേ ഉള്ളൂ കേട്ടോ. അതാണ് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു അഷുറൻസ് തരാനുള്ളത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഇതാണ്, ആഴ്ചയിൽ ഒരു 5 ഡേയ്സിലേക്കുള്ള വീഡിയോ വാച്ചിങ് ഷെഡ്യൂൾസ് നിങ്ങൾക്ക് തരും. ദെൻ അത് നേരത്തെ തരും. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഫോർ എക്സാമ്പിൾ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ 3 ഫേസുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഫേസ് 1ഉം ഫേസ് 2ഉം അതുപോലെ തന്നെ അഡ്വാൻസ്ഡും. അപ്പോൾ ഇതിലെ പാർട്ട് 1 എന്ന് പറയുന്ന കാറ്റഗറിയിലെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് സമയം തരും. ഏതൊക്കെ വീക്കിൽ ഏതൊക്കെ കണ്ടു തീർക്കണം എന്ന് പറയും. അതിന്റെ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു അസൈൻമെന്റ് ഉണ്ടാവും, കണ്ടു കഴിഞ്ഞതിനെ ഫോളോ അപ്പ് ആയിട്ട്. അതിന്റെ ആ ആഴ്ചയിലെ അവസാനമോ അല്ലെങ്കിൽ അപ്കമിങ് വീക്കിലോ ആയിരിക്കും നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഡിസ്കഷൻ വരിക. വിച്ച് മീൻസ് ക്വാണ്ടം മെക്കാനിക് ഡിസ്കഷൻ എന്ന് പറയുന്നതിൽ പ്രോബ്ലംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. തിയറി ഡെപ്തിൽ പോകാനുള്ള സമയം നമുക്ക് അവിടെ ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് റിവ്യൂ ചെയ്യും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദേ വിൽ ഗിവ് യു അഡീഷണൽ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടായിരിക്കും, ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ട് മാത്രമായിരിക്കും നമ്മുടെ ലൈവ് സെഷൻസ് വരിക. എന്നാലേ ഈ പറഞ്ഞ പരിപാടി നടക്കുള്ളൂ. തിയറിയും പ്രോബ്ലം എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഡെയിലി നിങ്ങൾ ഇപ്പൊ എൻ്റെ ഒരു അനിയത്തി ഫിസിക്സിന്റെ ഒരു സ്ഥാപനമുണ്ട് ഹൈദരാബാദിൽ, ഫിസിക്സ് എന്ന് പേരുള്ളത്. 6 hours ലൈവ് ക്ലാസ് ആണ് എല്ലാ ദിവസവും. 6 hours ലൈവ് ക്ലാസ്. അതിനുവേണ്ടി വീട്ടിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കേണ്ട അവസ്ഥയായിരുന്നു. കാരണം ഫോണിന്റെ ഡാറ്റ കഴിഞ്ഞിട്ട്. മനസ്സിലായോ? ആ 6 hours ലൈവ് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒരു ലോഡ് വർക്ക് ഉണ്ടാവും. അതായത് എങ്ങനെയാണോ ഒരാൾ ഓഫ്ലൈൻ മോഡിൽ ക്ലാസ്സിൽ പഠിക്കുന്നത് അതിനോട് അനലോഗസ് ആയിട്ടുള്ള കോച്ചിങ് ആണ് കൊടുത്തിരുന്നത്. നമ്മൾ അത്ര ഒന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ 6 hour ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പഠിക്കുന്നത് എഫിഷ്യന്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ആസ് പെർ ഇൻസ്ട്രക്ഷൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, റിസൾട്ട് ഉണ്ടാവും. ഞാൻ ഒരുപാട് സമയം ഇപ്പൊ സംസാരിക്കുന്നില്ല. ഞാൻ ഹാരിസ് സാറിനെ അങ്കിത മിസ് ഇവിടെ ഇപ്പോൾ ലാബിലാണ്. ഹാരിസ് സാറ് ഔട്ട്സൈഡ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹാരിസ് സാറിന് ഒരു 2 വാക്കൊന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് അഡ്രസ് ചെയ്യാനായിട്ട് വിളിക്കണം. ഹാരിസ് സാർ പ്ലീസ്. ഞാൻ പുറത്താണ്. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പോ സാറ് പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോ കുട്ടികളില് ഇപ്പോഴത്തെ ജനറേഷനെ കുറ്റം പറയണതല്ല, പക്ഷെ എന്താ പറയുന്നത്, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞങ്ങളൊക്കെ PG UG ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ബുക്സിനെയായിരുന്നു. നോർമലി ലൈബ്രറി ബുക്സ്, ഫോട്ടോസ്റ്റാറ്റ്. ഞങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ കൂടുതൽ ഫോട്ടോസ്റ്റാറ്റ് തന്നെ വന്നത്. അതിന് മുന്നേ നമ്മൾ ലൈബ്രറിയിൽ പോയിട്ട് ബുക്സ് എടുത്തിട്ട് നമ്മൾ റെഫർ ചെയ്ത് നോട്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ഉണ്ടായിരുന്ന ഒരു ബെനിഫിറ്റ് എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളറിയാതെ തന്നെ ലൈബ്രറിയിലോട്ട് കയറുന്നു, പല ബുക്കുകൾ നമ്മൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുന്നു, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ബുക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു, നമ്മൾ അതിൽ നോട്ട് നമ്മുടേതായ രീതിയിൽ നോട്ട് എഴുതുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അസൈൻമെന്റ് ഒക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുള്ള ഫ്രണ്ട്സ് വരെ ഉണ്ട്. കാരണം
നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ, പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം അല്ല, നിങ്ങൾക്ക് കിട്ടിയൊരു ബെനിഫിറ്റ്, പക്ഷെ അത് നിങ്ങൾക്ക് അത് തന്നെ ഒരു ബാഡ് ആയിട്ടുള്ള രീതിയിലോട്ട് മാറിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്കധികം കണ്ടന്റ് നിങ്ങളുടെ മുന്നിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങളിപ്പോ ഒരു മെറ്റീരിയൽ, പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മെറ്റീരിയൽ കിട്ടാൻ ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട്. ഒരു എൻട്രൻസ് പഠിക്കുന്ന സമയത്ത്, എന്താ പറയാ, ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇന്റർവ്യൂസ് ഒക്കെ എക്സാംസ് ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അന്ന് മെറ്റീരിയൽ ഇല്ല. നമ്മുടെ ഓർമ്മയുണ്ടോ ആദ്യത്തെ CSIR എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാറില്ല? ഇല്ല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല. തിരിച്ചു കൊടുക്കണം. അപ്പോ പക്ഷെ അന്ന് നമ്മള് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് നമ്മുടെ ബുക്സുകളെയും നമ്മുടെ നോട്ടുകളെയും ആയിരുന്നു, നമ്മൾ പഠിച്ച സിലബസ് ആയിരുന്നു, നമ്മളെ പഠിപ്പിച്ച മാഷുമാരായിരുന്നു. ആ ഒരു ഇതില് നമ്മൾ ചെന്ന്, അപ്പോ ഇപ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ ഇപ്പൊ AI കാലഘട്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയലിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിത്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നിങ്ങളുടെ മുന്നിൽ കിട്ടുകയാണ്. യൂട്യൂബിൽ ഇല്ലാത്ത ക്ലാസ്സസ് ഇല്ല, ടെലിഗ്രാമിൽ ഇല്ലാത്ത നോട്ട്സ് ഇല്ല. ദാറ്റ് മീൻസ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ കുട്ടികൾ സക്സസ്ഫുൾ ആകുന്നില്ല. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ, എവിടെയാണ് നമുക്ക് പറ്റുന്ന പിഴവ് എന്നുള്ളതാണ്. അത് ഞങ്ങൾ എത്ര പറഞ്ഞാലും കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നില്ല. അവരുടെ വിചാരം ഒരു കോച്ചിങ്ങിന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് ഞങ്ങളെ പാസ്സാക്കണം എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ. നമ്മൾ ഇത്രയും പഠിച്ച് നമ്മൾ എന്താ പറയുന്ന ഈ ഒരു ലെവലിൽ നമ്മൾ എത്തി. PG എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിക്കണം, പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റുഡൻസ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് +2 കഴിഞ്ഞിട്ട് MBBS പഠിക്കുന്ന കുട്ടികൾക്ക് എത്രത്തോളം പഠിക്കാനുണ്ട്? അതിലൊരു അംശം പോലും നമ്മൾ പഠിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. നമ്മൾ BSc എന്തോരം പഠിച്ചിട്ടുണ്ട്, MSc ഇപ്പൊ എന്തോരം പഠിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ പഠിപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ, പക്ഷെ എന്നാലും നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള അതിൽ പോലും നെറ്റിന്റെ സിലബസ് അല്ലെങ്കിൽ എക്സാമിനേഷൻ അവർ ഇട്ടിരിക്കുന്നത് നോക്കി ഫിസിക്കലി ഇൻഓർഗാനിക്, ഓർഗാനിക്, അതിൽ തന്നെ 200 മാർക്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ജനറൽ കാറ്റഗറിക്ക് പാസ്സാവാനായിട്ട് ഒരു 110 മാർക്ക്. അതിൽ തന്നെ സിലബസിൽ ഒരു 60%, 50 to 60% പഠിച്ചാൽ പോലും JRF. അത് നമ്മുടെ ഏറ്റവും ടോപ്പ് പരീക്ഷ എന്ന് പറയുന്നത് ഒരു CSIR എക്സാം ആണ് അല്ലെ, ഒരു ഗേറ്റ് എക്സാം CSIR എക്സാമാണ്. അപ്പോ അവിടേക്ക് നമുക്ക് ഇത്രയധികം നമുക്കൊരു ചാൻസസ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു ആലോചിക്കേണ്ട കാര്യം, നമുക്ക് ഇത്രയധികം ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഞാനൊരു ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം പറയേണ്ടത്, ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ കേന്ദ്രീയ വിദ്യാലയയിൽ പോയിരുന്നു, അല്ല ഭാരത് ഭവൻസ്. അവിടെ ചെന്ന് അവന്റെ കുട്ടിയുടെ ക്ലാസ്സിലേക്ക് പോയത് ഒരു PTA മീറ്റിങ്ങിന് അവനെ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികള് ആ പഠിപ്പിക്കുന്ന മാഷിനെ കുറിച്ച് പറയുന്നത് മടിയൻ മാഷ്. ആ മടിയൻ മാഷിന്റെ ക്വാളിഫിക്കേഷനാണ് PhD. ഞാൻ കുറ്റം പറയണതല്ല. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ ആലോചിക്കണം, 3ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു മാഷിന്റെ ക്വാളിഫിക്കേഷനാണ് ഇപ്പൊ PhD. ദാറ്റ് മീൻസ് അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽഡാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ പറയാ, വളരെയധികം കോമ്പറ്റേറ്റീവ് മൈൻഡുള്ള ആൾക്കാർ മാത്രമേ പ്രിഫർ ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ നല്ല രീതിയിൽ മത്സരിച്ച് നിന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് പണ്ടത്തെ പോലെ എന്തെങ്കിലും സുഖകരമായിട്ട് പോവാം എന്ന രീതിയിലും നമ്മൾ ചിന്തിക്കരുത്. ഞാൻ പറയണത്, ഞാൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളടുത്ത് സംസാരിക്കാനാണ്, പേടിപ്പിക്കുന്നതല്ല കേട്ടോ. അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, നമുക്ക് ഇപ്പൊ കിട്ടുന്ന ചാൻസ് നമ്മൾ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഒരു എക്സാമിനേഷൻ വരുന്ന സമയത്ത് എന്താണ് ആ എക്സാമിനേഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക, സിലബസ് നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക, ഏതൊക്കെ ടോപ്പിക്സ് ആണ് എനിക്ക് കംഫർട്ടബിൾ എന്ന് ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യുക, അതൊരു പേപ്പറിൽ എഴുതി വെക്കുക. ഇൻഓർഗാനിക്കിൽ ഏതൊക്കെ ടോപ്പിക്സ് എനിക്ക് കംഫർട്ടബിൾ ഉണ്ട്, ഈ ഫിസിക്കലിൽ ഏതൊക്കെ ടോപ്പിക്സ് എനിക്ക് ഓക്കെ ആണ്, ഓർഗാനിക്കിൽ ഏതൊക്കെ ടോപ്പിക്സ് എനിക്ക് ഓക്കെ ആണ്, ടീച്ചേഴ്സായിട്ട് കൺസൾട്ട് ചെയ്യുക. ഇതൊക്കെ എനിക്ക് ഓക്കെ ആണ് സാർ, ഞാൻ ഇതിലൊക്കെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ചില ടോപ്പിക്സിൽ കോൺഫിഡൻസ് ഇല്ല. അപ്പൊ നമ്മൾ പറയും ചില ടോപ്പിക്സ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ചിലത് നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞ് മനസ്സിലാവും. നിങ്ങൾ ചിലപ്പോൾ MSc ഒക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ക്ലാസ് നന്നാവാതെ ഇരിക്കും, നിങ്ങൾ ആ ടോപ്പിക്സ് മാറ്റി വെച്ചിട്ടുണ്ടാവും. അവിടെയാണ് ഞങ്ങളുടെ ഹെൽപ്പ് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ടോപ്പിക്സുകൾ സെലക്ട് ചെയ്യുക, അതിനുശേഷം വീഡിയോസ് കാണുക, ഒരു ഡയറി എഴുതുക, ഒരു ഡയറി സ്റ്റാർട്ട് ചെയ്യുക. അതായത് December 2025 CSIR എക്സാമിനേഷൻ ആണ് നമ്മുടെ ടാർഗറ്റ്. ഗേറ്റ് 2026 എക്സാമിനേഷൻ ആണ് അടുത്ത ടാർഗറ്റ്. അടുത്തടുത്ത് വരുന്നത് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇനി വരാൻ പോകുന്നത്. ഗേറ്റ് ഒക്കെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ചാൻസസ് കേരളത്തിനകത്തല്ല, കേരളത്തിന് പുറത്ത്
എല്ലാ എന്താ പറയാ ഇന്റർനാഷണൽ ആയിട്ടുള്ള കെമിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗേറ്റിന്റെ മാർക്ക് വെച്ചിട്ട് കയറ്റത്തുള്ളൂ. നമ്മൾ വിചാരിക്കും ഗേറ്റ് അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു PhD എങ്കിലും നമുക്ക് കിട്ടിയിരിക്കണം. ഗേറ്റ് സ്കോർ അവർ മസ്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഭാരത് പെട്രോളിയം ആണെങ്കിലും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണെങ്കിലും HPCL ആണെങ്കിലും എവിടെയാണെങ്കിലും ഗേറ്റിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഡിസംബറിൽ നെറ്റ് വരും, ചിലപ്പോൾ ജനുവരിയിലോട്ട് നെറ്റ് പോകും, പറയാൻ പറ്റില്ല. ഗേറ്റ് എക്സാമിനേഷൻ ഫെബ്രുവരിയിൽ വരും. അടുത്തടുത്ത് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടാണ് ഈ 2 എക്സാമിനേഷൻ വരുന്നത്. അപ്പൊ രണ്ടിന്റെയും സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് വലിയ നിങ്ങൾ പഠിക്കുന്ന അതേ ടോപ്പിക്സുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ സെലക്ഷൻ ഓഫ് ടോപ്പിക്സ് ആണ്, സിലബസ് വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ മുന്നിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, ഇല്ലാത്ത പേപ്പേഴ്സുകൾ ഇല്ല. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിലും കൂടി നിങ്ങൾ വെറുതെ ജസ്റ്റ് നോക്കുക. അവസാനം എല്ലാ ക്വസ്റ്റ്യൻസും പേപ്പർ നോക്കണ്ടേ, തുടക്കം തൊട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് കംഫർട്ടബിൾ ആയിരിക്കണം എപ്പോഴും. കുട്ടികളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പഠിച്ചിട്ട് ഇനി ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അത് തെറ്റാണ്. നിങ്ങൾ ചിലപ്പോൾ ആദ്യം നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ ടോപ്പിക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലോ. ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ദ സ്ട്രക്ചർ ഓഫ് ദ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എവിടെന്നാ, ബോണ്ടിങ്ങിൽ നിന്നാണെന്നുള്ളത് അല്ല. ഇലക്ട്രോണെഗറ്റിവിറ്റി വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ച പീരിയോഡിസിറ്റി എന്നാണെന്നുള്ളത് അറിയാം. ക്ലസ്റ്റർ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കേജസ് ആൻഡ് ക്ലസ്റ്റേഴ്സ് എന്നാണെന്ന് അറിയാം. കളർ ഓഫ് ദ കോംപ്ലക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർഡിനേഷൻ എന്നാണെന്ന് അറിയാം. അത്രയും നമുക്കറിയാലോ. അത് ആ ഒരു ബേസിക് നോളജ് നമ്മുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിക്കും ഈ ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക് എന്നാണെന്ന് ചോദിക്കും. ആരുടെ അടുത്ത് വേണമെങ്കിൽ ചോദിക്കും, ഇതിൽ സാറിന്റെ അടുത്ത്, അഞ്ചര ടീച്ചറുടെ അടുത്ത്, എൻ്റെ അടുത്ത് ആരുടെ അടുത്ത് വേണമെങ്കിൽ ചോദിക്കും, പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ സിലബസ്, ക്വസ്റ്റ്യൻ പേപ്പർ, ഇതൊക്കെ ആയിട്ട് നമ്മൾ ടോപ്പിക്സ്, അല്ലാതെ ഒരു 100% ടോപ്പിക് പഠിക്കണം അങ്ങനെയുള്ള പഠിച്ചാലേ ഞാൻ പരീക്ഷ എഴുതുന്നൊന്നും വാശി പിടിച്ചിരിക്കരുത്. അങ്ങനെ വാശി പിടിച്ചിരിക്കുന്നവർ ഇരുന്നിട്ടേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ഡിറ്റർമിനേഷൻ വേണം, എനിക്കത് കിട്ടണം എന്നുള്ളത്. നമ്മുടെ മനസ്സിനെ ആദ്യം തന്നെ നമ്മൾ പാകപ്പെടുത്തി എടുക്കണം. എനിക്ക് നെറ്റും ഗേറ്റും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡിറ്റർമിനേഷനുള്ള കുട്ടികളെല്ലാം സക്സസ്ഫുൾ ആയിട്ടേ ഉള്ളൂ ഞങ്ങളുടെ അനുഭവത്തിൽ. അതായത് എങ്ങനെയെങ്കിലും അത് കിട്ടിയിട്ട് ഞങ്ങൾ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികളെല്ലാം ഇപ്പൊ നല്ല സ്ഥലത്ത് PhD-യും വിദേശത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയണത് അങ്ങനെയുള്ള ഒരു ഡിറ്റർമിനേഷൻ നമ്മൾ മനസ്സിൽ വെക്കണം. ഇത് എന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ഇവിടെ നമ്മൾക്ക്. അത്രയ്ക്കും നിങ്ങളൊരു PSC എക്സാം എഴുതാൻ പോയി നോക്കിയേ, ആ പേപ്പറിന്റെ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഒരു സയന്റിഫിക് ഓഫീസറിന്റെ പരീക്ഷ വരും ഇപ്പോൾ ഈ അടുത്ത്. നിങ്ങൾ ആ പരീക്ഷ അപ്ലൈ ചെയ്യണം. നിങ്ങൾ MSc കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ആ പരീക്ഷ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ആ എക്സാമിനേഷൻ എഴുതി നോക്കുക. അപ്പൊ അറിയാം ഒരു എക്സാമിനേഷന്റെ പണ്ടത്തെ ഒരു സയന്റിഫിക് ഓഫീസറിന്റെ എക്സാമിനേഷൻ പേപ്പർ എടുത്ത് നോക്കുക, ഇനി വരാൻ പോണ പരീക്ഷ പേപ്പർ എടുത്ത് നോക്കുക. പണ്ടെന്ന് പറഞ്ഞ വെറുതെ ഒരു +2 പഠിപ്പിക്കുന്ന ഒരു മാഷിന് പോലും എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. കാരണം എന്താ, അത്രയും കോമ്പറ്റീഷൻ വന്നു, അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ ടഫ് ആക്കിയാൽ മാത്രമാണ് അത്രയും സ്റ്റുഡൻസിനെ അവർക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല കുട്ടികളെ കിട്ടത്തുള്ളൂ. നല്ല രീതിയിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ പരീക്ഷ പണ്ട് ഒബ്ജക്റ്റീവ് ആയിരുന്നു, ഇപ്പൊ സബ്ജക്റ്റീവ് ആക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കോമ്പറ്റീഷൻ വന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് വർക്ക് എന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്മാർട്ട് വർക്കാണ് വേണ്ടത്. ആ സ്മാർട്ട് വർക്കിനെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് തരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ടൈം ടേബിൾ ഇട്ടിട്ട് നിങ്ങൾ വീഡിയോസ് കണ്ടു തീർക്കുക, കറക്റ്റ് ആയിട്ട് അപ്ഡേഷൻ കൊടുക്കുക. അതിനനുസരിച്ച് സാർ ഇവിടുന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളുടെ അപ്ഡേഷൻ അനുസരിച്ചിട്ടാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഇടും, നിങ്ങൾ അത് എഴുതില്ല, പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ അത് അവിടെ നിൽക്കും, പിന്നെ അത് അവിടെ സ്റ്റോപ്പ് ആവും, ബ്രേക്ക് ആവും. അങ്ങനെയൊന്നും നമുക്കിനി വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സാറ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, ഒരു നല്ല പ്ലാൻ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഡയറി ആദ്യം തന്നെ വെക്കുക, ക്വസ്റ്റ്യൻ പേപ്പറും കളക്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സെറ്റൊക്കെ നിങ്ങൾക്ക് തരാൻ നിങ്ങൾ ചോദിച്ചാൽ മതി, CSIR-ന്റെയും ഗേറ്റിന്റെയും ഒക്കെ. ഒന്നിനും ഞാൻ പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടൂൾ മൊബൈൽ എന്ന് പറയുന്നത് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഇത്രയും സോഴ്സസ് പണ്ട് ഞങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന സമയത്ത് 1100 ഫോണിലാണ്, പക്ഷെ അന്ന് ഞങ്ങൾക്ക് നെറ്റും ഗേറ്റും കിട്ടി എന്നുള്ളതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പക്ഷെ ഞാൻ കുറ്റം പറയണതല്ല. അപ്പൊ അതിനെ നമ്മൾ യൂസ് ചെയ്യുക, നല്ല രീതിയിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യുക കേട്ടോ. നമ്മളെ മനസ്സിലൊക്കെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്തിയെടുക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും മനോബലം എന്ന് പറയുന്ന സംഭവം തീരുമില്ല. എന്തെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ഡെസ്പായി, ഡിപ്രഷനായി, അങ്ങനെ ഫുൾ ഡിപ്രഷനാണ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞ വാക്ക് ഇപ്പൊ എല്ലാവരും എന്താ പറയാ കടമെടുത്തിരിക്കുകയാണ്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ഞങ്ങൾക്ക് ഇല്ല എന്നല്ല കേട്ടോ, ഇപ്പൊ എനിക്കും ഉണ്ട്, മിഥുൻ സാറിനും ഉണ്ട്, അങ്കിത മിസ്സിനും ഉണ്ട്, എല്ലാവർക്കും ഇതുണ്ട്. പക്ഷെ നമ്മൾ അതിനെല്ലാം വേറെ രീതിയിലോട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു സംഭവത്തിൽ നമ്മൾ എന്താ പറയാ ഫെയിലിയർ ആവുമ്പോൾ അതിനപ്പുറത്തൊരു സക്സസ് ഉണ്ടെന്നുള്ള കാര്യം. ഫെയിലിയർ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. തോൽവി എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഒരു വിജയം അതിനപ്പുറത്തുണ്ട്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് എന്തായാലും നമ്മൾ വിജയിക്കും. ആ വിജയത്തിലോട്ട് എത്താനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആവട്ടെ ഇത്. ഇപ്പൊ സാറ് പറയുന്ന കാര്യം എനിക്കിപ്പോ ഇത്രേ പറയാനുള്ളൂ. ബാക്കി സാറ് പറയുന്നതിനനുസരിച്ചിട്ട് ഓർഗാനിക്കിന്റെ എല്ലാ സെറ്റ് ഓഫ് വീഡിയോസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ സാറ് പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നിങ്ങൾ കാണാം. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെ നിങ്ങൾ അത് അപ്രോച്ച് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ അതൊക്കെ അതിനനുസരിച്ച് ചെയ്യും. ബാക്കി സാറും മിസ്സും പറയും. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ബെസ്റ്റ് ഓഫ് ലക്ക്. നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയാ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പഠിക്കുന്നതാണ്. നമ്മളെ ഒരാൾ തല്ലി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പഠിച്ച് ക്വാളിഫൈ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ ഇതൊക്കെ, കേട്ടോ. അത്ര പേർക്ക് പറയാനുള്ളൂ സാർ. ഓക്കെ. താങ്ക് യു ഹാരിസ് സാർ. അങ്കിത മിസ് അവൈലബിൾ ആണോ? അങ്കിത മിസ്. സാർ കേൾക്കാമോ? കേൾക്കാം. സോ ഹായ് എവ്രിവൺ, എൻ്റെ പേര് അങ്കിത എന്നാണ്. 2-3 കാര്യങ്ങൾ ജസ്റ്റ് ടു കണ്ടിന്യൂ ഹാരിസ് സാർ പറഞ്ഞതിൽ നിന്ന്. ഞാൻ ചുറ്റുവട്ടത്തെ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു 2-3 ഇൻസ്റ്റൻസസ് പറയാണ്. അപ്പോൾ nowadays, ഓക്കെ, ഇപ്പൊ all of you might have completed your MSc or നിങ്ങൾ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഇയർ ഓഫ് MSc-യിലായിരിക്കും. സോ ഫോർ യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ യുവർ കരിയർ, നിങ്ങൾ സയൻസ് ഫീൽഡിൽ തന്നെ പ്രൊസീഡ് ചെയ്യുന്നതെങ്കിൽ ഈ നെറ്റ് ഓർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഇൻഎവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. ഓക്കെ, വെൻ യു പ്രൊസീഡ് യുവർ ജേർണി ഇൻ സയൻസ് റിലേറ്റഡ് ഒരു സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ജേർണിയിലോ അല്ലെങ്കിൽ അക്കാഡമിക്സ് എന്നുള്ള രീതിയിൽ, ഫോർ എക്സാമ്പിൾ PhD അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതൊരു ഇൻഎവിറ്റബിൾ സാധനമായിട്ട് മാറിയിരിക്കുകയാണ്. അതിനുള്ളൊരു ഇൻസ്റ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ജൂനിയർ ഉണ്ട്. ഓക്കെ, ഷീസ് നോട്ട് മൈ ഗ്രൂപ്പ്, ഷീസ് ഫ്രം എ ഡിഫറെന്റ് ഗ്രൂപ്പ്. അപ്പം she joined here in the 2023 end of എന്തോ ആയപ്പോഴാണ് ജോയിൻ ചെയ്തത് ആസ് എ പ്രൊജക്ട് ഇന്റേൺ. കാരണം കുട്ടിയുടെ കയ്യിൽ MSc കഴിഞ്ഞിട്ട് നെറ്റും ഗേറ്റും ഉണ്ടായിരുന്നില്ല. ഷീ കുഡന്റ് ക്വാളിഫൈ. അതുകൊണ്ട് ഒരു പ്രൊജക്റ്റിൽ ഒരു ഷോർട്ട് ടെന്യൂറിന് പ്ലേസ് ചെയ്തിരിക്കുകയായിരുന്നു. ആൻഡ് ദെൻ ആ പ്രൊജക്ട് അങ്ങനെ നീണ്ടു പോയി. നൗ ഇറ്റ്സ് ബീൻ മോർ ദാൻ എൻ ഇയർ. ആൻഡ് നൗ ആ കുട്ടി ചെയ്ത വർക്ക് now it's എനിക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ്. ഐ ഡോണ്ട് നോ സ്റ്റേറ്റസ് ഓഫ് ദ വർക്ക്. പക്ഷെ അത് പേറ്റന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് കഴിഞ്ഞ മാസം ആ പ്രൊജക്ടിന്റെ ടെന്യൂർ കഴിഞ്ഞു. ഓക്കെ, ആ പ്രൊജക്ടിന്റെ ടെന്യൂർ കഴിഞ്ഞു. ആൻഡ് ദ പ്രോബ്ലം ഇസ്, അതിനുശേഷം ഈ പ്രൊഫസറിന് ഈ കുട്ടി ഹാർഡ് വർക്കിംഗ് ആണ്. ഷീ നോസ് അബൌട്ട് ദ തിങ്സ്. ഷീ ഹാസ് ദറ്റ് ഹാൻഡ്സ് ഓൺ സാധനം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എല്ലാ സാധനവും ഉണ്ട്. ബട്ട് ദ ഓൺലി തിങ് ഇസ്, ആൾക്ക് ഈ കോമ്പറ്റേറ്റീവ്, അപ്പൊ ഇതിന്റെ ഇടയിൽ വന്ന കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ഷീ കുഡന്റ് ക്ലിയർ. ഓക്കെ, അപ്പോ ഷീ ഹാസ് എക്സ്പീരിയൻസ്. ആളുടെ കയ്യിൽ ഒരു പേറ്റന്റ് ഉണ്ടെന്ന് പറയാൻ വരെ ആ CV-ന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഓൺലി ബിക്കോസ് ആളുടെ കയ്യിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ഒരു, ബിക്കോസ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് നോം ദാറ്റ് യു റിസീവ് ഫ്രം എനി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് നെറ്റ് മാത്രം മതി, നെറ്റ് ഓർ ഗേറ്റ് മാത്രം മതി. ഇൻ സർട്ടൻ അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ദാറ്റ് ഇസ് നെറ്റ് ഓർ ഗേറ്റ് മാത്രം മതി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ അത്യാവശ്യം നല്ല ഫണ്ടിങ് ഉണ്ടാവും. ബട്ട് ദെൻ ഈ എമർജിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ദേ സ്പെസിഫിക്കലി ആസ്ക് യു ഫോർ JRF. ഓക്കെ, അങ്ങനെ ചോദിക്കും. ഇനിയിപ്പോ റീസെന്റ് ടൈംസിൽ നൗ സീ ദേ ആർ മേക്കിംഗ് തിങ്സ് വെരി ഈസിയർ ഫോർ യു. നിങ്ങൾ അത് കണ്ടില്ല എന്ന് നടിക്കരുത്. ബിക്കോസ് നൗഡേയ്സ് അവരെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ദേ ഹാവ് ആഡഡ് എ തേർഡ് കാറ്റഗറി. അല്ലെ, ഫസ്റ്റ് ദർ ഇസ് JRF, രണ്ടാമത് യു ഹാവ് LS, ദാറ്റ് ഇസ് ഓൺലി നെറ്റ്, ആൻഡ് തേർഡ് അവരൊരു കട്ട് ഓഫ് വെച്ചിട്ടുണ്ട് വിച്ച് ഇസ് ഫിക്സ്ഡ് 33.33%. നിങ്ങൾ വെറുതെ, ദാറ്റ് ഇസ് 33.33 നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ PhD എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കാറ്റഗറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. I think 1.5 years before എന്തോ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സോ ആൻഡ് ഓൾസോ അഗൈൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് MCQ പാറ്റേൺ ആണ്. ഇൻ ടോട്ടൽ നിങ്ങൾക്ക് എത്രയോ, ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ ദ നമ്പർ, എനിക്ക് തോന്നുന്നു 320 ആണെന്ന് തോന്നുന്നു.
ടോട്ടൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 320 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഔട്ട് ഓഫ് വിച്ച് നിങ്ങൾ അതിൽ 200 മാർക്കിന് മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാനാണ് അലൗഡ് ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ഇറ്റ് ഇസ് 360, ഇറ്റ് ഇസ് 360 ഐ തിങ്ക് സോ. 360 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. ഔട്ട് ഓഫ് വിച്ച് അത് ഓപ്ഷൻസ് ആണ് കേട്ടോ. യു നീഡ് നോട്ട് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്, യു നീഡ് ടു ആൻസർ എനി 15 ഇൻ ദ ഫസ്റ്റ് സെക്ഷൻ. അങ്ങനെയാ പോകുന്നത്. മാക്സിമം 200 നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി. ആൻഡ് ഫൈനലി ഇതുവരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം നിങ്ങൾ 120 മാർക്ക് 120 to 125 അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ മാക്സിമം സ്കോർ. ഇതുവരെ കെമിസ്ട്രിക്ക് കിട്ടിയിരിക്കുന്ന മാക്സിമം സ്കോർ അതാണ്. ഓക്കെ, അപ്പോ ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് 360 യു നീഡ് ഓൺലി 120. ആ ഒരു ഫ്രാക്ഷൻ നോക്കൂ, ഓൺലി 1/3. ദാറ്റ് ഇസ് ഓൾ ദാറ്റ് യു നീഡ്. അപ്പോ ബിഫോർ ദി സിസ്റ്റം ചേഞ്ചസ് ഈ കട്ട് ഓഫ് ഹൈ, ബിക്കോസ് കോമ്പറ്റീഷൻ ഇസ് റിയലി ഹൈ. ഇപ്പോ ലാസ്റ്റ് ഡേ നടന്ന 2 days മുന്നേ നടന്ന എക്സാം വാസ് പ്രിറ്റി ടഫ് എന്നാണ് കേട്ടത്, ദ ജനറൽ റിവ്യൂ. അപ്പം ആസ് ദ കോമ്പറ്റീഷൻ ഇസ് ഗെറ്റിംഗ് ഹൈ, ഇപ്പൊ സാർ പറഞ്ഞില്ലേ, all the resources what you want is there at your fingertips. Everything is there at your fingertips. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിച്ചേക്കുന്നത്, we have become so dependent on such things that ഇന്നും കൂടെ the postdoc in our lab ചേച്ചി പറയായിരുന്നു ദാറ്റ് ഇപ്പോ ChatGPT വന്ന് പിള്ളേര് ഇപ്പോ പേപ്പേഴ്സ് വായിക്കാതെയായിരുന്നു. there is some question, you put it in an AI tool, you'll get some answers. അത് നമ്മളൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യാൻ പോലും നിൽക്കില്ല. Right? So that's going to happen in upcoming batches as well. If you have a question, for sure you are going to put it in some AI tool, ChatGPT or Perplexity or Grok or anything, and you will get a ready-made answer and you will think that okay, and then you will move forward. Okay. The thing is, our brain you're rewiring to a system where it need not think. ചിന്തിക്കേണ്ടി വരുന്നില്ല. ആ ചിന്തിക്കാനുള്ള എഫേർട്ട് നമ്മുടെ ബ്രെയിനിന് കൊടുക്കേണ്ട ഒരു സാവകാശം കൊടുക്കണ്ടേ, അതുപോലും നമ്മൾ കൊടുക്കുന്നില്ല. സോ ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഓക്കെ, അപ്പോ ഇപ്പുറത്ത് നിന്ന് ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഇങ്ങനെ പറയാമേ ഉള്ളൂ. ഇറ്റ്സ് ഇൻ യോർ ഹാൻഡ്സ്, ഇറ്റ്സ് ഇൻ യോർ ഷോൾഡേഴ്സ്. ഓൾ ദ റെസ്പോൺസിബിലിറ്റി അത് നിങ്ങളുടെ കയ്യിലാണ്. ദ ഓൺലി തിങ് ദാറ്റ് വി ക്യാൻ ഡു ഇസ് ഏത് ഡയറക്ഷനിലേക്ക് തിരിയണം, എന്ത് ചൂസ് ചെയ്യണം, എന്ത് ചൂസ് ചെയ്യണ്ട, ഇങ്ങനെ ചെയ്താൽ നന്നായേക്കാം എന്നുള്ളൊരു കാര്യങ്ങൾ പറയാമെന്നായിരിക്കും. അതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, at the other extreme, ഞാൻ 2 instincts പറയുന്നു പറഞ്ഞല്ലോ. So there is at another extreme, as a part of my fellowship, എനിക്ക് ഇവിടെ അടുത്തൊരു സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുക്കണം. ഓക്കെ, so recently I had a class in 9th standard. അപ്പൊ there is a boy. ഓക്കെ, അപ്പൊ കെമിസ്ട്രി ക്ലാസ്സസ് ആണ് എടുക്കുന്നത്. സോ എവ്രിബഡി ഈസ് ലിസണിങ് ആൻഡ് there is just one guy, ഒരു ആള് ബാക്ക് ബെഞ്ചില് ആള് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ കെമിക്കൽ മോളിക്യൂൾസും സ്ട്രക്ചറും ഒക്കെ തന്നെയാണ്. അതിന്റെ അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന പയ്യൻ, ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന പയ്യൻ പറഞ്ഞു, മിസ്സേ ഇവൻ നമ്മുടെ കൂട്ടൊന്നും അല്ല, ഇവൻ വായിക്കുന്നത് +1 ബുക്കാ എന്ന് പറഞ്ഞു. And I saw the cover and he was seriously reading that +1 ബുക്കാണ് ആള് വായിക്കുന്നത്. അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല. അതിനുശേഷം ക്ലാസ്സിന് ശേഷം ഞാൻ ആ കുട്ടീനെ വിളിച്ചു, സംസാരിച്ചു. ഇപ്പൊ 9th കാര്യങ്ങളും കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ആ പയ്യൻ പറഞ്ഞത് മാം എനിക്ക് പ്രിറ്റി മച്ച് എല്ലാം ക്ലിയർ ആണ് എന്ന് പറഞ്ഞു. ആൻഡ് ആ കുട്ടി എന്റെ അടുത്ത് ചോദിക്കുന്നത് +1 ക്വാണ്ടം കൺഫൈൻമെന്റ് എന്താണ്, ഞാനൊരു റിസർച്ച് ചെയ്യാന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് ആ കുട്ടി ചോദിച്ചു സൈറ്റേഷൻസ് എത്രയുണ്ട്, ജേർണൽ പബ്ലിക്കേഷൻസ് ഒക്കെ എങ്ങനെ നോക്കിയിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ആ കുട്ടി സംസാരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഹാപ്പൻസ് റിയലി റെയർ. അത് ശരിക്കും റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഈ കുട്ടീൻ്റെ അടുത്ത് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഇത്രയും ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് ആള് ലേൺ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ the first thing what he said is he has a connection through LinkedIn. LinkedIn ഒരു പ്രൊഫസർ ഉണ്ട്. ഈ പ്രൊഫസറിന്റെ അടുത്ത് എപ്പോഴും, അത് IIT ഒരു പ്രൊഫസർ തന്നെയാണ്. അങ്ങനെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ആൻഡ് ഫ്രം കുറെ നാളുകൾക്ക് മുമ്പാണ്, ചെറുപ്പത്തിൽ എന്തോ ആണ് അതൊക്കെ നടക്കുന്നത്. അപ്പൊ അന്ന് മുതൽ he has a routine of reading science related stories.
സയൻസ് റിലേറ്റഡ് സ്റ്റോറീസ് ഇങ്ങനെ വായിക്കും. അപ്പൊ ആൾ ഈ സയൻസിൽ മാത്രമേ മുന്നോട്ടുള്ളൂ. മാത്സ്, ഇംഗ്ലീഷ്, ലാംഗ്വേജ്, സോഷ്യൽ, ഹിസ്റ്ററി അതൊക്കെ സാധാരണ 9th തന്നെയാണ്. സയൻസ് മാത്രം ഒരു പടി മുന്നിലോട്ടാണ്. അപ്പോ ആൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡെയിലി ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബിക്കോസ് ഹി ഹാസ് ദാറ്റ് ഇൻട്രസ്റ്റ്, ഹി ഹാസ് പുട്ട് ദാറ്റ് എഫേർട്സ്. ആൻഡ് അപ്പൊ ദ പോയിന്റ് വാട്ട് ഐ വോണ്ട് ടു കൺവേ ഇസ്, if that boy, ഒരു 14-15-year-old, if that boy can work upon himself so beautifully, ഓക്കെ. ഇപ്പൊ നമ്മളിൽ ചിലവരൊക്കെ നമ്മൾ വിചാരിക്കും എന്താണല്ലേ, എന്തിനാ അതിന്റെ ഒക്കെ ആവശ്യം എന്ന് നമ്മൾ വിചാരിക്കും. ബട്ട് സി, അതിന്റെ ആവശ്യമുണ്ട്. ബിക്കോസ് you people are running in a generation where students complete their PhD before 25, early 24, 25, early 20s തന്നെ അവർ PhDs തീർക്കുകയാണ്. Why? Because they are saving time, they are catching up their age. Competition അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇനി ഏജ് ഒരു ഫാക്ടർ ആണോ എന്ന് നിങ്ങൾ ചോദിക്കും. At times yes, at times no. കുറെയൊക്കെ ലക്കാണ്. ബട്ട് ദെൻ ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ലക്ക് എന്ന് പറയുന്ന ഒരു സാധനം വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന സ്മാർട്ട് വർക്കും പ്രിപ്പറേഷനും 100% ആയിരിക്കണം. നിങ്ങൾ അതുപോലെ വർക്ക് ചെയ്തിട്ട്, അതുപോലെ എഫേർട്ട് ഇട്ടിട്ട്, നിങ്ങൾ സിൻസിയർ ആയിട്ട് നിങ്ങൾ ഒരു സാധനം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ടേൺ ലക്കി. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരും. അതർവൈസ് there will be something that pops up in the question paper that will save you to acquire marks above the cutoff. നിങ്ങൾക്ക് ആ ഒരു മൊമെന്റിൽ അത് ഭയങ്കര മാജിക്കൽ ആയിട്ട് തോന്നും, ഭയങ്കര ഇതൊരു ഭാഗ്യം തന്നെയായിരുന്നു നിങ്ങൾ പറയും. ബട്ട് ദാറ്റ് ഇസ് ബിക്കോസ് യു ഹാഡ് എ പ്രോപ്പർ പ്രിപ്പറേഷൻ. I have had many instances where ഇങ്ങനെ അതൊരു ഭാഗ്യമായി പോയി എന്ന് കരുതുന്ന പല ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോ ഹാവ് ദാറ്റ്. നമ്മളിപ്പോ വിചാരിക്കും ഇപ്പൊ ഇന്നൊരു 2 ക്ലാസ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കൂ. നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം ഓൾസോ വർക്കിംഗ് ഓൺ ദാറ്റ് സിൻസിയർലി. ഒരു 2 മണിക്കൂറിന്റെ എന്തെങ്കിലും ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നാണെങ്കിൽ അത് ചെയ്തില്ല എന്ന് വെക്കുക. ഇപ്പൊ ഞാനൊരു ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കണം, ആക്ച്വലി ചെയ്തില്ല എന്ന് വെക്കുക. അത് ചെയ്തില്ലെങ്കിൽ വലിയ വിഷമൊന്നുമില്ല, ചെയ്തില്ല എന്നേ ഉള്ളൂ, അത് വലിയ വിഷമൊന്നുമില്ല. ബട്ട് ഇങ്ങനെ ആയിരുന്നില്ല. Okay, that should be the change that you should bring in yourself. നിങ്ങൾക്കൊരു 2 മണിക്കൂറിന്റെ ക്ലാസ് തന്നിട്ടുണ്ട് എന്നാണെങ്കിൽ you make sure that you complete it. നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ആവട്ടെ, സാരില്ല, അത് വേറെ എപ്പോഴെങ്കിലും ആവാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കോൺഷ്യസ്ലി നിങ്ങൾ വളർത്താതിരിക്കുക. എത്രത്തോളം നിങ്ങൾക്കത് ഇൻഡെപ്തിലായിട്ട് മനസ്സിലാകും അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഐ ആം ഗോയിങ് ത്രൂ ദിസ് അറ്റ് പ്രസന്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ആർക്കും നമ്മളെ പുഷ് ചെയ്യാൻ പറ്റില്ല, വേറെ ആർക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, വേറെ ആർക്കും നമ്മളെ ഡിസിപ്ലിൻ ഒരു ലൈനിലേക്ക് കൊണ്ട് നിർത്താനൊന്നും പറ്റില്ല. നമ്മൾ തന്നെ വേണം നമ്മളെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ, അല്ലേ? സോ അതൊരു ഇന്നെവിറ്റബിൾ പാർട്ടാണ് കോമ്പറ്റേറ്റീവ് എക്സാം ഇഫ് യു സ്റ്റേ വിത്തിൻ ഇന്ത്യ. ആൻഡ് ഓൾസോ നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഇഫ് യു പ്രിപ്പയർ ഫോർ ദിസ് വൺ, okay, the syllabus is so wide and versatile that you can appear for any exams. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അതിന്റെ ഒരു ബിറ്റ്സ് ആൻഡ് പാർട്സ് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത് കുറച്ചൊന്ന് ചുരുക്കി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല എക്സാംസിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ ഇതിനു വേണ്ടി ഇപ്പോ there is another junior എന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു. ആൾക്ക് നെറ്റും ഗേറ്റും കിട്ടിയില്ല. But then she appeared for BARC. Okay, she appeared for BARC. ഇവിടെ PhD ക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഇന്റർവ്യൂവിന് മുംബൈയിൽ പോയി. അഗൈൻ ഷി യൂസ് ടു റെഫർ ദോസ് നോട്ട്സ്. അപ്പൊ അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു 5 ടോപ്പിക് പറയാം കേട്ടോ. അപ്പൊ ദെൻ ഷി ടുക്ക് സം കൈനറ്റിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു, കോർഡിനേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി തിരിച്ചു വന്നു. ആഫ്റ്റർ 2 months ഓൾസോ ഷി ഗോട്ട് ദാറ്റ് കോൾ ലെറ്റർ. ഇവിടുത്തെ PhD ഡ്രോപ്പ് ചെയ്തിട്ട് ഷീ ഈസ് നൗ ദേർ. ഷീ ഈസ് ഇൻ എ ട്രെയിനിങ് പീരിയഡ്. She's working for the post of scientist B. അപ്പൊ ആള് എപ്പോഴും പറയും, നെറ്റും ഗേറ്റും കിട്ടിയില്ലെങ്കിൽ എന്താ, എനിക്കിപ്പോ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി ഇല്ലേ എന്ന് പറയും. സോ യു ഡോണ്ട് നോ വേർ യുവർ ഏത് വാതിലിൽ തട്ടിയാലാണ് നിങ്ങളുടെ
ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവുക, ഏത് വാതിൽക്ക് അപ്പുറമാണ് നിങ്ങളുടെ ഭാഗ്യം കിടക്കുന്നതെന്ന് അറിയില്ല. സോ during these times, no, for the upcoming 3 to 5 years, keep knocking at all the doors. Keep knocking at all the doors and let's see. Okay, so thank you so much. താങ്ക് യു അങ്കിത മിസ്. അങ്കിത മിസ് ഒരു വർത്തമാനം കേൾക്കുമ്പോൾ നിങ്ങൾ വളരെ പാവമാണ് എന്നൊക്കെ തോന്നും. ടീച്ചർ പറഞ്ഞ പല റെഫറൻസും അവരെ പറ്റി തന്നെയാണ്. മനസ്സിലായോ? ഈ ഒരു നെവർ സറണ്ടറിങ് മൈൻഡ് സെറ്റ് ഈസ് വൺ ഓഫ് സ്പെഷ്യാലിറ്റി. സോ അങ്കിത മിസ് കീപ് ഗോയിങ്. അങ്കിത മിസ് PMRF ആണ്, പ്രൈം മിനിസ്റ്റർ ഫെല്ലോ ആണ്. അതുകൊണ്ടാണ് ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് സ്കൂൾ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞത്. സാധാരണ JRF അത് ഉണ്ടാവില്ല. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് JRF. സോ വി ആർ റിയലി പ്രൗഡ് ടു ഹാവ് ഹെർ ഓൺ ബോർഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കിത മിസ് ഒരു എന്താ പറയുക, പല കാര്യത്തിലും എക്സംപ്ലറി ആണ്. കാരണം വേറെ ഒന്നും അല്ല, അവർ ഫസ്റ്റ് കുസാറ്റിലായിരുന്നു PhDക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ആൻഡ് വെൻ ഷീ റിയലൈസ് ദാറ്റ്സ് നോട്ട് ഹെർ ഫീൽഡ്, അതവിടെ അങ്ങനെയല്ല എനിക്ക് വേണ്ടതെന്ന് തോന്നുന്ന മൊമെന്റിൽ അവരത് റിസ്ക് ചെയ്യാനും അടുത്ത പോസ്റ്റിലേക്ക്, സാധാരണ ആരും ചെയ്യില്ല, വൺ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇനിയിപ്പോൾ എന്തോ നോക്കാനാ, ഈ ഒരു PhD കിട്ടിയാൽ പോരെ എന്ന് പറഞ്ഞ് നമ്മളതിൽ കൂടി കുറച്ചും കൂടി നേരത്തെ പ്രോബ്ലി ബൈ ദിസ് ടൈം ഷുഡ് ഹാവ് ബീൻ ഗ്രാജുവേറ്റഡ്. പക്ഷെ അവരത് റിസ്ക് ചെയ്ത് വേറൊരു സിറ്റിയിലേക്ക് പോയി, ഹോം ടൗൺ മാറി, പാലക്കാട് പോയി. അമ്മ മാത്രമാണ്, അമ്മയുടെ കൂടെ സെറ്റിലായി. അവരമ്മയും മോളും കൂടിയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണു. ആൻഡ് ദ തിങ് ഈസ് ദിസ്, അവര് ഫേസ് ചെയ്തുള്ള സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. ബട്ട് ഈ സ്ട്രഗിൾസിന്റെ ഉള്ളിലും അവരവരുടെ ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ പ്ലസ് പോയിന്റ് ആയിട്ട്. സോ നിങ്ങൾക്ക് എന്താ പറയുക, പഠിച്ചുകൊണ്ടിരിക്കും, MSc പഠിച്ച് ഐ തിങ്ക് ഷീ ക്വാളിഫൈഡ് JRF ഇൻ ഹെർ 4th semester ഓർ പ്രോബബ്ലി ദ റൈറ്റ് ആഫ്റ്റർ എക്സാം. ഇതാണ് അവർ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം JRF ഉണ്ടായിട്ടും സാറ്റിൽ കിട്ടിയിട്ടും ഷീ ഡിസൈഡഡ് ടു ക്വിറ്റ്. ആൻഡ് ദെൻ സയൻസിന്റെ ആ ഒരു എന്തൂസിയാസം അവരെ അങ്ങോട്ട് മുന്നോട്ട് നടത്തി. അങ്ങനെ ഇപ്പോൾ PMRF എത്തി നിൽക്കുന്നു. ഇനി ഒരുപാട് ദൂരങ്ങൾ ഇനിയും പോകാനുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വേറൊരു സ്റ്റുഡന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ, അനിരുദ്ധ എന്നാണ് അവന്റെ പേര്. ഐ തിങ്ക് അങ്കിത മിസ്സിന്റെ സെയിം IIT തന്നെയാണ് അവന്റെ പ്രോജക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹി ഈസ് മൂവിങ് ടു ജർമ്മനി ഫോർ ഹിസ് PhD. അവൻ ഇന്ന് പറഞ്ഞത് ഹി വാണ്ട് ടു കം ടു തൃശ്ശൂർ ആൻഡ് മീറ്റ് മീ. അപ്പൊ ഞാൻ എന്തിനാടാ അത്, നമ്മൾ കണ്ടിട്ടില്ലല്ലോ സാർ എന്നുള്ളത്. ഞാൻ ആലോചിച്ച് നോക്കുമ്പോ ശരിയാണ്, കണ്ടിട്ടില്ല. 2021 അവൻ IIT ജാം ബാച്ചിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, അങ്ങനെ കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ് 25 അവനിപ്പോ PhDക്ക് പോകണം, ഹി വാണ്ട് ടു മീറ്റ് അസ്. അപ്പോ അത് ഞാൻ ആലോചിച്ച് നോക്കുമ്പോ കുട്ടികളൊക്കെ നമ്മുടെ സ്വന്തം കുട്ടികളാണെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഈ ഒരു ഓൺലൈൻ ഫീൽഡിൽ നമ്മുടെ മുമ്പിൽ നിന്നാലും നമ്മൾ അവരെ കാണില്ല. മിസ് എന്തെങ്കിലും പറഞ്ഞാണോ? സർ, ഒരു ജിതിൻ ഓർമ്മയുണ്ടോ? ജിതിൻ തോമസ് ചാക്കോ, നമ്മുടെ ഫസ്റ്റ് ബാച്ച്. ഹീസ് മൂവിങ് ടു US. വാവ്, വിളിച്ചിട്ടില്ല. പ്രോബബ്ലി ഇന്നലെയാണ് ഇവിടുന്ന് പോയത്. എന്റെ കൂടെ ഹീസ് മൂവിങ് ടു US ലൂസിയാന യൂണിവേഴ്സിറ്റിയില്. വണ്ടർഫുൾ. അവൻ സിപ്പറ്റ് അല്ലേ പഠിച്ചേ? അതെ. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്നു. അതെ, അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഞാനാ. അങ്കിതവശനെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഈ ഫീൽഡാണ് നിനക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടത് ഞാനാ. സന്തോഷം. അതായത് അപ്പൊ നമുക്ക് പറഞ്ഞു വന്നാല് ഇതിപ്പം പുറത്തേക്ക് പോവാ പഠിക്കുക എന്നൊക്കെ പറയുന്നതൊന്നും ഇപ്പോഴത്തെ കാലത്ത് വലിയ പുതുമയൊന്നുമല്ല. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയേ, പലരും വെറുതെ ലക്ഷങ്ങൾ ചെലവാക്കി പോണതിന് പകരം ഇതൊക്കെ സ്കോളർഷിപ്പ് പോണ കേസുകളാണ്. പ്രോബബ്ലി ദാറ്റ് മീൻസ് ദേ വിൽ ഈവൻ ഗെറ്റ് ആനുവൽ വെക്കേഷൻ ട്രിപ്പിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്കോളർഷിപ്സ് ആണ് പലതും. മനസ്സിലായോ? സോ അതൊക്കെ അച്ചീവബിൾ ആണ്. മനസ്സിലായോ? ഓൺലി തിങ് ഇസ് ദിസ്, നമ്മൾ നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കണം, ആൾക്കാരോട് സംസാരിക്കണം, നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കണം, അവരെ ഹെൽപ്പ് ചോദിക്കണം, ഹെൽപ്പ് ചെയ്യണം. മനസ്സിലായി? ഞാൻ വിദേശത്ത് പോയിട്ടുള്ള ആളാണ്. അന്നേരം എൻ്റെ വീട്ടിലെ പാരൻസിന്റെ അറിവ് കൊണ്ടോ ഒന്നുമല്ല, എൻ്റെ സീനിയേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്, ദെൻ ജൂനിയേഴ്സ്, ഇവരുടെയൊക്കെ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള വർക്കാണത്. ഒരു കോളേജ് MScയിൽ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ വളരെ ചെറിയ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. പക്ഷെ ഒരു PG ലെവൽ ഒരു IIT പോയി നിങ്ങളൊരു PhD ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ആ വിഷൻ ഭയങ്കര വൈഡായി പോകും. യു ആക്ച്വലി ഫീൽ ലൈക്ക് യു ഡൂയിങ് ദ കട്ടിങ് എഡ്ജ് സയൻസ്. നമ്മൾ കോളേജിലെ വർക്കിന് ഞാൻ മോശമാക്കി പറയല്ല, എന്നാലും നമ്മളെപ്പോഴും പറയാം കോളേജിലെ PhD എപ്പോഴും ഒരു ഒറിജിനൽ തോട്ട് അല്ല എന്നാ പറയാ. ആരെങ്കിലും എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി പബ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു
നമ്മളിപ്പോ എങ്ങനെ കളിയാക്കിയിട്ട് പറയും, എങ്ങനെയാണ് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു, അപ്പോ ഗ്രാവിറ്റി ന്യൂട്ടൺ കണ്ടുപിടിച്ചു. എന്റെ തലയിൽ ഓറഞ്ച് വീണു, അപ്പൊ ഞാൻ പറയുന്നത് ദാറ്റ് ഈസ് ഓൾസോ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പേപ്പർ പബ്ലിക്കേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു IIT ചെന്നാൽ നിങ്ങൾ അതിന്റെ ഒറിജിനൽ വർക്ക് കാണാം. മനസ്സിലായോ? ഒറിജിനൽ വർക്ക് എന്ന് പറഞ്ഞാൽ നോബഡി ഹാസ് ഡൺ ദിസ് ബിഫോർ. അമ്മാതിരി സാധനങ്ങൾ. അതിന്റെയൊക്കെ ഭാഗമാവുക എന്ന് പറയുന്നത് അതിന്റെ എന്തൂസിയാസം ഉണ്ട്, ഡെഫിനറ്റ്ലി അതിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്. പക്ഷെ ഇത് എൻജോയ് ചെയ്യുന്നവരെ റിസർച്ചിന് പോയിട്ട് കാര്യമുള്ളൂ എന്നുള്ളൊരു സത്യം കൂടി ഉണ്ട്. അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ബാർക്കിലോ അല്ലെങ്കിൽ സയന്റിഫിക് ഓഫീസറോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയായിട്ട് നിങ്ങൾ അതിനെ കൺവേർട്ട് ചെയ്യണം. ആൻഡ് മേ ബി ലേറ്റർ നിങ്ങൾക്ക് ആ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് PhD കണ്ടിന്യൂ ചെയ്യാം. ബൈ ദ വേ, താങ്ക് യു അങ്കിത മിസ്. അപ്പം ഞാൻ ജനറലി നമ്മുടെ സമയം പെട്ടെന്ന് പോയി, ഇതാണ് പറഞ്ഞത്. അപ്പൊ ജനറലി നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 360 മാർക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് തരിക. ഇപ്പം ആരും ഇതിനകത്ത് CSR എഴുതിയിട്ടില്ല എന്ന ധാരണയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനകത്ത് 200 മാർക്കാണ് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാവുന്നത്. ഔട്ട് ഓഫ് വിച്ച് 110 ആണ് ആവറേജ് ആയിട്ട് വരുന്ന JRF കട്ട് ഓഫ്. കഴിഞ്ഞ പ്രാവശ്യം അതൊരല്പം മുകളിലായിരുന്നു, 118 വരെ വന്നിരുന്നു. റിസർവേഷൻ ഒക്കെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അത് നിങ്ങൾ നോൺ ക്രീമി ലെയർ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. ആ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് അപ്ലൈ ചെയ്യണം. ബിക്കോസ് വളരെ താഴെയാണ് കട്ട് ഓഫ്. ഗവൺമെന്റ് നമുക്ക് തരുന്ന ഫെസിലിറ്റീസ് ഉപയോഗിക്കുക എന്നതിൽ യാതൊരു വിധം മടിയും വിചാരിക്കേണ്ട. അത് നമ്മുടെ റൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ അതിനുവേണ്ടി മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വർക്ക് ചെയ്യണം. അഡീഷണൽ ഗൈഡൻസ് വേണ്ടവർ അത് ചോദിക്കണം. എനിക്കറിയില്ല കുട്ടികളെ ഏതാണ് കാറ്റഗറി എന്ന് ഞങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഒക്കെ തരുമ്പോൾ അതിൽ നിങ്ങളുടെ കാസ്റ്റ് ചോദിക്കാത്തത്. ഗവൺമെന്റ് അത് ചോദിക്കുന്നതിന് വേറെ കാരണമുണ്ട്. നമ്മൾ ചോദിക്കുന്നത് ശരിയല്ല എന്നുള്ള തോന്നൽ എനിക്ക് അന്നുകൊണ്ട് ഇന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് അതൊരു തടസ്സമല്ല. സാർ ഞാൻ ഈ കാറ്റഗറിയിലാണ് വരുന്നത്, ഞാനിപ്പോൾ എങ്ങനെയാ അത് പ്ലാൻ ചെയ്യണ്ടേ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാം. 10% പോസിബിലിറ്റിയിൽ ക്വാളിഫൈ ചെയ്യാനുള്ള പ്ലാനുകൾ നമുക്ക് ഉണ്ടാകാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള സ്റ്റഫുകളും ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. നിങ്ങളത് എടുത്ത് കയ്യിൽ വെച്ചാൽ മതി. ദെൻ അതുപോലെ തന്നെ ഈ ഒരു കോച്ചിങ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ശ്രദ്ധിക്കുക. കോച്ചിങ് എന്നത് നിങ്ങളുടെ ജോലി വർക്ക് ലോഡ് ഈസി ആൻഡ് എഫിഷ്യന്റ് ആക്കുന്ന അപ്രോച്ചാണ്. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അധ്വാനിക്കാൻ നമുക്ക് പറ്റില്ല. നിങ്ങളിപ്പോ ഒരാള് തനിയെ ഒരു യാത്ര പോവാണെന്നുണ്ടെങ്കിൽ യു മേ ലൂസ് യുവർ വേ, യു ഹാവ് ടു കം ബാക്ക്, യു ഹാവ് ടു മേക്ക് മിസ്റ്റേക്ക് ആൻഡ് യു ഹാവ് ടു കറക്റ്റ് ഇറ്റ്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് എഫിഷ്യന്റ് ആക്കുക എന്നുള്ളതാണ് കോച്ചിന്റെ ജോലി. ബിക്കോസ് വി ഹാവ് ഗോട്ട് എക്സ്പീരിയൻസ്, വി ഹാവ് ഗോട്ട് മോർ നോളജ് ദാൻ യു ഗൈസ്. അപ്പൊ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള ഗൈഡൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക. മനസ്സിലായോ? അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും, അങ്ങനെ നോക്കിയാൽ C-SPARKന് 100% സക്സസ് റേറ്റ് ഉണ്ട്. മനസ്സിലായോ? C-SPARKൽ കൃത്യമായിട്ട് പറയുന്നത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത കുട്ടികളെല്ലാവരും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഗേറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്, നെറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ദെൻ HSST ടോപ്പ് റാങ്ക്സ് നമുക്കുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിട്ട് സീനിയർ ബാച്ചിൽ നമുക്ക് 5, 6, 13 ഒക്കെ റാങ്ക് ഓൾ കേരള. ഞങ്ങളിത് ഞെട്ടിപ്പോയി. അത്രയും ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്ക് ഒന്നും ഞങ്ങൾ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് കിട്ടി. അപ്പൊ അതുപോലുള്ള പോസിബിലിറ്റീസ് ഒക്കെ നമുക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം, ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്താ പറയുക, നന്നായിട്ട് ആഗ്രഹിക്കുക CSR കിട്ടണം, ഒരു IIT-യിൽ നമുക്ക് വർക്ക് ചെയ്യണം. IIT-യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു ലബോറട്ടറിയിൽ TFR-ഓ അതുപോലെ തന്നെ ബാർക്കോ, ഇനി അതുമല്ല നിസ്റ്റോ, അല്ലെങ്കിൽ അതായത് CSIR ലാബുകളോ, ഇനി അതും അല്ലെങ്കിൽ ഐസറുകളോ, എവിടെ ആയാലും കുഴപ്പമില്ല, എല്ലായിടത്തും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഫെസിലിറ്റീസ് ഉണ്ട്. ആൻഡ് ദ തിങ് ഈസ് ദിസ്, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എക്കണോമിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ MSc കഴിഞ്ഞ ഉടനെ ആരും നിങ്ങൾക്ക് ഒരു 30,000 പ്ലസിലുള്ള ഒരു ജോലി ഓഫർ ചെയ്യില്ല. മനസ്സിലായി? എൻട്രൻസ് അക്കാഡമികൾ മാത്രമാണ് അപ്പോൾ അത് തരുന്നത്. എൻട്രൻസ് അക്കാഡമിയിലൊന്നും പോയിട്ട് ഇപ്പോൾ നിങ്ങൾ തലവെക്കണ്ട. കാരണം അവിടെ ചെന്നാൽ നിങ്ങളുടെ ഗ്രോത്ത് അവിടെ നിൽക്കും. മനസ്സിലായോ? പലപ്പോഴും ട്യൂഷൻ എൻട്രൻസ് ഒക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. ജസ്റ്റ് ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അത് ചെയ്യണോണ്ട് തകരാറില്ല. പക്ഷെ ഒരിക്കലും ഫുൾ ടൈമർ ആയിട്ട് നിൽക്കരുത്. ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുക, ഇതിൽ MSc കഴിഞ്ഞവരുണ്ടെങ്കിൽ 6 മാസം അപ് ടു നെക്സ്റ്റ് ഗേറ്റ് വരെ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ തയ്യാറാവുക. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. പക്ഷേ നമ്മൾ പല ആക്ടിവിറ്റീസിന് ഇടയിൽ കൂടെ പഠിക്കാനാണ് വരുന്നതെങ്കിൽ യു മേ ടേക്ക് മോർ ടൈം. മനസ്സിലായോ? ഒരു സ്പെസിഫിക് നമ്മൾ പറയില്ലേ, എപ്പോഴും മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ടീച്ചർ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഏതെങ്കിലും ബെസ്റ്റ് ടീച്ചറെ മനസ്സിൽ കാണും. ഓക്കെ, നിങ്ങളെ PGക്ക് പഠിപ്പിച്ച ബെസ്റ്റ് ടീച്ചർ. ആ ടീച്ചർ ഒരു BSc സബ്സിഡറി ലെവലിൽ ടോപ്പിക്കിൽ മൈൻഡ് ചെയ്യാണ്ട് എല്ലാ ടോപ്പിക്കും പഠിപ്പിക്കും. പക്ഷെ BSc ലെവലിലെത്തുമ്പോൾ അവർ കുറച്ചും കൂടിയും സ്പെസിഫിക് ആയിട്ടുണ്ടാവും. അതായത് ഏതെങ്കിലും ഫിസിക്കലാണെങ്കിൽ ടീച്ചേഴ്സ് ഫിസിക്കലായിരിക്കും എടുക്കുക, ഓർഗാനിക് എടുക്കുന്ന ടീച്ചേഴ്സ് ഓർഗാനിക് ആയിട്ട് എടുക്കുക, അങ്ങനെ ഒരു സ്പെസിഫിക്. അതേസമയം PG ലെവലിൽ വരുമ്പോൾ പലപ്പോഴും അവർ സെലക്റ്റഡ് ടോപ്പിക്സ് എടുക്കുള്ളൂ.
എല്ലാം എടുക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ബേസിക്കലി വേണ്ടത് എന്താ, ഒരു സബ്സിഡറി ലെവലില് എൻറ്റയർ സിലബസ് നന്നായിട്ട് അറിയണം, ഒരു ടേം കണ്ടത് എന്താന്ന് പറയാൻ അറിയണം, ഒരു ഡിഗ്രി ലെവലില് സിലബസ് ഓൾമോസ്റ്റ് അറിയണം. പക്ഷേ PG ലെവലില് നിങ്ങൾ എല്ലാ ഭാഗവും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? 360 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ, അതിൽ തന്നെ പാർട്ട് C എന്ന് പറയുന്നത് നിങ്ങൾക്ക് 60 ക്വസ്റ്റ്യൻ, 240 മാർക്കിന് പാർട്ട് C ക്വസ്റ്റ്യൻസ് ചോദിക്കും. മനസ്സിലായോ? 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എഴുതണ്ടേ. ഈ 240 മാർക്കിന്റെ പാർട്ട് സിയും ഒരു 80 മാർക്കിന്റെ പാർട്ട് ബിയും എല്ലാം കൂടെ ചേർത്ത 320 മാർക്കായി. 320 മാർക്കിന്റെ കെമിസ്ട്രി ചോദിച്ചിട്ട് 120 മാർക്കാണ് നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടു എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1/3 പോലെ. കോമൺ സെൻസിൽ ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പൊ സിലബസിന്റെ 1/3 നിങ്ങൾ തറോ ആണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ആണ്. പക്ഷെ നമുക്ക് ആ തറോ എന്ന് പറയുന്നത് എൻഷുർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 1/3 ലിമിറ്റ് ചെയ്യില്ല. വി പ്രോബബ്ലി ട്രൈ ടു കവർ 50% ഓഫ് ഇറ്റ്. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം ഇത്തിരി ഡെപ്തിൽ ടഫ് ക്വസ്റ്റ്യൻ വന്നാലും മറ്റൊരു ഭാഗത്ത് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പലരും ചോദിക്കും പാർട്ട് എ നമുക്ക് കോച്ചിങ് ഉണ്ടോന്ന്. പാർട്ട് എ ബേസിക്കലി കോച്ചിങ് ഇല്ല, പക്ഷെ പാർട്ട് എ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരാം. നമുക്കൊരു വീഡിയോ ഒന്നും സെറ്റ് ചെയ്ത് പഠിപ്പിക്കാനൊന്നും പറ്റില്ല, പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഗുലർ ആയിട്ട് കണ്ടാൽ പലപ്പോഴും ആ പാർട്ട് എ ഭാഗം ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് അതിൽ എഫേർട്ട് കൊടുത്താൽ നമ്മൾ അപ്പുറത്ത് കെമിസ്ട്രി പഠിക്കാനുള്ള സമയമാണ് കോംപ്രമൈസ്ഡ് ആവുന്നത്. അത് നമുക്ക് അഫോർഡബിൾ അല്ല. അത് മനസ്സിലായോ? എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീക്കെൻഡിൽ ഒരു ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. അത് ജനറലി നമ്മുടെ വർക്കിംഗ് മെത്തഡോളജി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ദെൻ അടുത്ത ആഴ്ച മുതൽ നിങ്ങൾക്ക് വീക്കെൻഡുകളിൽ 2 ക്ലാസ്സസ് ഉണ്ടാവും. അത് ഇന്ന് മെല്ലെ കൂടി വരും. അപ്പൊ എല്ലാവരും അതിൻ്റെ ഒപ്പം തന്നെ കോപ്പറേറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഇഷ്യൂസ്, പഠിക്കാനുള്ള ഇഷ്യൂ, ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് തീർക്കാൻ പറ്റും. നമുക്ക് പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, ആവശ്യമുള്ളവർക്ക് അത് അവൈൽ ചെയ്യാം. ഗ്രൂപ്പിനകത്ത് നമ്മുടെ ബാച്ചിനകത്ത് അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് താല്പര്യമുള്ളതൊക്കെ അത് നോക്കാം. അതിന്റെ ഡീറ്റെയിൽസ് എന്താ ചെയ്യേണ്ടതെന്നുള്ളതും പിന്നീട് അറിയിക്കാം. അപ്പോൾ ഇത്രയാണ് ജനറൽ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ടീച്ചർമാര് അങ്കിത മിസ് മെയിൻലി ക്വാണ്ടം മെക്കാനിക്സ്, ഗ്രൂപ്പ് തിയറി പോലുള്ള ഫിസിക്കൽ കെമിസ്ട്രി ടോപ്പിക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഹാരിസ് സാറ് നമുക്ക് സ്പെക്ട്രോസ്കോപ്പിയും അതുപോലെ തന്നെയുള്ളതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗം ഓർഗാനിക് സിന്തസിസും സ്പെക്ട്രോസ്കോപ്പിയും റിയേജൻസും ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സിന് വേണ്ടി വരുമ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആവാതെ ക്ലാസ്സിലിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. സമയം നിങ്ങൾക്ക് തരാം. അത് ഒരിക്കലും ഇപ്പോൾ 6 വീഡിയോ കാണാനുണ്ട്, ഒരാഴ്ച സമയം ഉണ്ടെങ്കിൽ എല്ലാം കൂടെ തലേദിവസം കണ്ടേക്കാം എന്ന ചിന്ത തെറ്റാണ്. ഓരോ ദിവസം ഓരോന്ന് വെച്ചിട്ട് കണ്ട് ഈവൻലി ഡിവൈഡ് ചെയ്തുകൊണ്ട് അത് തീർക്കുക. ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുത്തേക്ക് കടക്കുമ്പോൾ പ്രീവിയസിന്റെ വീഡിയോന്റെ നോട്ട്സ് ഒന്നും കൂടി റീഡ് ചെയ്യുക, ഒന്നും കൂടി റിവൈസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടാണ് കേട്ടോ. ഇനി ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ കമ്മിങ്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ജയകൃഷ്ണൻ എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ ചോദിച്ചോളൂ. സാർ, എന്റെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാല്, കേൾക്കുന്നുണ്ടോ? യെസ് ജയകൃഷ്ണൻ പറഞ്ഞോളൂ. എങ്ങനെയായിരിക്കും ക്ലാസ് ഉണ്ടാവുക? അതായത് 3 സബ്ജക്റ്റുകളാണുള്ളത്. ആ 3 സബ്ജക്റ്റും പാരലലി ആണോ എടുക്കുക, അതോ ഒന്ന് കഴിഞ്ഞ അടുത്തത് അങ്ങനെയാണോ എടുക്കുക? ഈ ലൈഫ് പാരലലി ആയിരിക്കും എടുക്കുക. നമുക്ക് ഒന്ന് കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര സ്കെപ്റ്റിക്കലാണ്, അത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വി വിൽ സ്റ്റാർട്ട് ഇൻ ഓർഗാനിക് ആൻഡ് ഫിസിക്കൽ. കാരണം ഓർഗാനിക് കെമിസ്ട്രി റിയേജൻസ് ഒന്നും അവസാനം ഒരുമിച്ച് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അത് 1 by 1 ആയിട്ട് നമ്മൾ ഓരോന്നായിട്ട് പഠിച്ചെടുക്കേണ്ടതാണ്. സ്റ്റീരിയോ കെമിസ്ട്രി പഠിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഓർഗാനിക് കഴിഞ്ഞിട്ട് ഇൻഓർഗാനിക് തുടങ്ങാന്ന് പറഞ്ഞാൽ അതും വർക്ക്ഔട്ട് ആവില്ല. അപ്പോൾ നമ്മളെല്ലാം അതിൽ ഫിസിക്കൽ മാത്രമാണ് ഇൻഡിപെൻഡൻസി ഉള്ളത്. അതായത് ശരിക്കും പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് വേറെ സ്ഥലത്തൊന്നും അധികം ആപ്ലിക്കേഷൻ ഇല്ല, അത് ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കും. പക്ഷേ ഇൻഓർഗാനിക്കിൽ നമ്മൾ ബോണ്ടിങ് പഠിച്ചാൽ അത് P ബ്ലോക്കിലേക്ക് ഉപകാരമാണ്, D ബ്ലോക്ക് ഉണ്ട്, സ്പെക്ട്രോസ്കോപ്പിലേക്ക് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടിലേക്ക് കണക്ട് ചെയ്യാം, OMCയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാണ് പ്രോഗ്രസ് ചെയ്യുക. നമ്മൾ 3 സബ്ജക്റ്റും പഠിപ്പിക്കും. മനസ്സിലായോ? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതിൽ നിങ്ങൾക്ക് അത് സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഫ്രീഡം കൂടി ഉണ്ടായിരിക്കും. മനസ്സിലായോ? 3 സബ്ജക്റ്റും ക്ലാസ് ഡിസ്കഷൻ എല്ലാവരും ഫോളോ ചെയ്യണം എന്നാണ് ഞാൻ പറയാ. ചില കുട്ടികൾ കണ്ടിട്ടുണ്ട് ഓർഗാനിക് ടഫ് ആണെന്ന് പറഞ്ഞ് പഠിക്കാണ്ട് വിടുന്നൊക്കെ. ഓർഗാനിക് ടഫ് അല്ല ശരിക്കും. ഓർഗാനിക്കിന്റെ പ്രോബ്ലം ഓർഗാനിക് ഒരിക്കലും ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചാൽ ബെനിഫിറ്റ് ഇല്ല എന്നുള്ളത് മാത്രമാണ്. അപ്പൊ നിങ്ങൾ സ്റ്റീരിയോ കെമിസ്ട്രി ഒറ്റയ്ക്ക് പഠിച്ചാൽ സ്റ്റീരിയോ കെമിസ്ട്രി ചിലപ്പോൾ റിയേജന്റിന്റെ കൂടെ കണക്ട് ചെയ്തിട്ടാവും വരിക, അല്ലെങ്കിൽ മെക്കാനിക്സിലേക്ക് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ പെരിസൈക്കിളിലേക്ക് കണക്ട് ചെയ്യും.
അത്രയും ഒരു അഡാപ്റ്റബിലിറ്റി മറ്റ് സബ്ജക്റ്റുകൾക്ക് ഇല്ല. അപ്പൊ പലപ്പോഴും കുട്ടികൾ ഓർഗാനിക്കിൽ കൈവയ്ക്കാൻ താല്പര്യക്കുറവ് കാണിക്കും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഓർഗാനിക് മുഴുവനായിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്താൻ പറ്റും. മറ്റുള്ളതിനേക്കാൾ കുറവ് എഫേർട്ട് മതി ഓർഗാനിക്കൽ ഇഫ് യു സ്റ്റാർട്ട് ലേണിംഗ് ഇറ്റ് ഇൻ സിസ്റ്റമാറ്റിക് വേ. Any other queries? Thank you. Okay. Thank you, Krishna, Akhila, Aishwarya, Ashwini, Nita. ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചാലും മതി. ഗ്രൂപ്പിൽ ചോദിക്കണം നിർബന്ധമില്ല, ഞാൻ നിങ്ങൾക്ക് റെസ്പോൺസ് തരാം. ഓക്കെ, സോ താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. എസ്പെഷ്യലി താങ്ക് യു ഹാരിസ് സാർ ആൻഡ് അങ്കിത മിസ്. ഞാൻ ജസ്റ്റ് ഉച്ചയ്ക്കാണ് അവരോട് ഇതിന്റെ കാര്യം ഒന്ന് കൺഫേം ചെയ്തത്. അപ്പം എന്നാലും താങ്ക് യു വെരി മച്ച്. നമുക്ക് ഇത്തവണ നല്ല റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഒരു സീരിയസ് ആയിട്ടൊരു ആക്ടിവിറ്റിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതിന്റെ ഭാഗമാവുന്നതിനായിട്ട് വെൽക്കം ചെയ്യുന്നു. ദെൻ അഡ്മിഷൻ ഫോം ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വില്ലിംഗ് ആണെന്നുള്ളവർക്ക് അത് ഫില്ല് ചെയ്യാം. നിങ്ങളോട് ഞാൻ റെക്കമെൻഡ് ചെയ്യാം, 5,000 എന്ന് പറയുന്നത് ഒരു ഓഫർ ചെയ്യാവുന്ന ഒരു CSR നെറ്റ് കോഴ്സിലെ ഏറ്റവും ചെറിയ പ്രൈസിംഗ് ആണ്. നിങ്ങൾ അതിന്റെ കണ്ടന്റ് എല്ലാം നിങ്ങൾക്ക് ബാച്ചിനകത്ത് ഓപ്പൺ ആണ്. മെയിൻ ആയിട്ടുള്ള എല്ലാം നിങ്ങളത് തുറന്ന് നോക്കുക, എക്സ്പീരിയൻസ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ആൻഡ് ദെൻ യു ഡിസൈഡ് ജോയിൻ ഓർ നോട്ട്. മനസ്സിലായോ? ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അടുത്ത മോസ്റ്റ് പ്രോബബ്ലി ശനി അല്ലെങ്കിൽ ഞായർ ഏത് ദിവസമാണെന്ന് ഫിക്സ് ചെയ്തിട്ടില്ല, ഞാൻ ഇൻഫോം യു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഒരു ലേണിംഗ് പ്ലാൻ എന്താണെന്നുള്ളതാണ് ഡീറ്റെയിൽ ചെയ്യുക. മെയിൻ ടൈം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയമാണ്. നമ്മളെല്ലാം പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല, എല്ലാം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഒക്കെ പഠിച്ചു തുടങ്ങിക്കോളൂ, ഒരു തടസ്സവും ഇല്ല അവിടെ. മനസ്സിലായി? എത്രയും കൂടുതൽ പഠിക്കുന്നോ അത്രത്തോളം നമ്മൾ ബെറ്റർ ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു അങ്കിത മിസ് ആൻഡ് ഹാരിസ് വൺസ് അഗൈൻ. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.